നമസ്കാരം. 1947 ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തോടെ പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ അതിന്റെ കിഴക്കൻ പ്രദേശമായിരുന്നു ഇന്ന് കാണുന്ന ബംഗ്ലാദേശ്. 1971 മാർച്ചിൽ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലാണ് കലാശിച്ചത്. 9 മാസം നീണ്ട യുദ്ധത്തിനൊടുവിലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചത്. പട്ടിണിയും പരിവട്ടവുമായി നട്ടം തിരിഞ്ഞ ഒരു ജനതയ്ക്കു നേരെ കാടൻ പട്ടാളവുമായി പാകിസ്ഥാൻ അഴിഞ്ഞാടിയപ്പോൾ ഇന്ത്യ എന്ന രാജ്യമാണ് അന്ന് അവർക്കൊപ്പം നിന്നത്. ഇതേ തുടർന്ന് 1971 ഡിസംബർ 3 പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വ്യോമാക്രമണം നടത്തി. തുടർന്ന് കര, നാവിക വ്യോമാക്രമണങ്ങളിലൂടെ പാകിസ്ഥാനെ ഇന്ത്യ കീഴടക്കി. 1971 മാർച്ച് 26 സ്വതന്ത്ര ബംഗ്ലാദേശ് പ്രഖ്യാപിക്കപ്പെട്ടു. ആ രാജ്യത്തിന് ഇന്ത്യ ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകി കൂടെ നിർത്തി. എന്നാൽ ഇന്ന് മതവെറിയും അന്താരാഷ്ട്ര തലത്തിലെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കും വഴങ്ങി ബംഗ്ലാദേശ് ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ്. പിതാവിന് പണി പഠിപ്പിക്കാൻ ഇറങ്ങിയ ജൻസികൾ അറിയണം ഇനി പറയുന്ന നിങ്ങളുടെ ഭൂതകാലവും ഭാവി വർത്തമാനകാലവും. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാന്റെ കിഴക്കൻ പ്രവിശ്യയായാണ് ഇന്നത്തെ ബംഗ്ലാദേശ് നിലനിന്നിരുന്നത്. വിഭജന സമയം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലയിലായിരുന്നു ഈ പ്രദേശം മുസ്ലിം രാജ്യമായി മാറിയ പാകിസ്ഥാന്റെ ഭാഗമായത്. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും എല്ലാ അർത്ഥത്തിലും അന്തരമായപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ പുകഞ്ഞു. കടുത്ത അവഗണന കിഴക്കൻ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യമോഹം വളർത്തി. ഇതായിരുന്നു പിന്നീട് ഇന്ത്യയുടെ പിന്തുണയോടെ ബംഗ്ലാദേശ് എന്ന രാജ്യം പിറവിയെടുക്കാൻ കാരണമായത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കെതിരെ ജൻസി കലാപം പൊട്ടിപ്പുറപ്പെടുകയും ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയും തുടർന്ന് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ ഭരണം തുടരുകയുമാണ്. ഭരണമാറ്റത്തിന് നിദാനമായ കലാപം ഹിന്ദുമത വിശ്വാസികളായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ വംശീയ ഉന്മൂലനമാണ് എന്ന് കലാപത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. എല്ലാം ജൻസി കലാപം എന്ന മറപിടിച്ചാണ് നടന്നത്. എന്നാൽ ഇപ്പോൾ ജൻസികൾ മുഹമ്മദ് യൂനസിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യക്കും ഹിന്ദുമത വിശ്വാസികൾക്കും എതിരായാണ് തുടരുന്നത്. തീവ്ര കലാപ ഉദ്ഭവ കേന്ദ്രമായ ധാക്ക സർവകലാശാലയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കലാപത്തിൽ മുഹമ്മദ് യൂനസിനെതിരെ വാളോങ്ങുന്ന യുവാക്കൾ സർക്കാരിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൗധരിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. അത് നടപ്പായില്ലെങ്കിൽ മുഹമ്മദ് യൂനസിന്റെ വീട്ടിൽ ധർണ നടത്തുമെന്നാണ് ജാതീയ ഛാത്രശക്തി നേതാവ് സഹീദ് ഹാസൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യ വിരുദ്ധ കലാപത്തിന് ശക്തി പകരുന്ന ഇൻകുലാബ് മഞ്ച് സംഘടനയുടെ കൺവീനർ ഷെരീഫ് ഉസ്മാൻ ഹാദി കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ചതോടെയാണ് ബംഗ്ലാദേശിൽ വീണ്ടും ജൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അരുണാചൽ പ്രദേശ്, അസം, ബംഗാൾ തുടങ്ങി 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുറിച്ചെടുത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇയാൾക്ക് അജ്ഞാതരാൽ തലയ്ക്ക് വെടിയേൽക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ചികിത്സാർത്ഥം സിംഗപ്പൂരിലേക്ക് മാറ്റുകയും ചെയ്തു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ വെച്ച് ഇയാൾ മരണപ്പെട്ടു. തുടർന്ന് ആരംഭിച്ച കലാപം ഇന്ത്യ വിരുദ്ധ കലാപമായാണ് മാറുന്നത്. ഇതോടൊപ്പം മറ്റൊരു തീവ്ര ചിന്താഗതിക്കാരിയായ ജമാഅത്തെ വിദ്യാർത്ഥി നേതാവ് ജന്നത്ത് ആർ റൂമിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും പ്രക്ഷോഭകാരികളെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. ഹാദിയെ വെടിവെച്ചവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ജൻസിയെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നത്. ബംഗ്ലാദേശ് മെച്ചമായ നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ജൻസി കലാപത്തിന് തിരികൊളുത്തിയത്. വിഘടനവാദിയായ ഉസ്മാൻ ഹാദി 2024 മുതലാണ് ഇൻകുലാബ് മഞ്ചയുമായി ഷെയ്ഖ് ഹസീനക്കെതിരെ തിരിഞ്ഞത്. ഇയാളാണ് മുഹമ്മദ് യൂനസിന്റെ വലം കൈയായി പ്രവർത്തിച്ച് ജൻസിയെ തെരുവിലിറക്കിയത്. വിഷലിപ്തമായ പ്രസംഗങ്ങളിലൂടെ ന്യൂനപക്ഷ വേട്ടയ്ക്കും ഇയാളുടെ പ്രവർത്തികൾ കാരണമായിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും മാത്രമായിരുന്നു കലാപത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കലാപത്തിന്റെ പരിണിത ഫലങ്ങൾ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാം. ഈ കലാപം കൊണ്ട് എന്താണ് ബംഗ്ലാദേശ് നേടിയത്? ഇപ്പോൾ കലാപം നടത്തുന്നവർ ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര ഗൂഢാലോചനകൾക്ക് വശംവദരായി ബംഗ്ലാദേശിനെ കലാപ ഭൂമിയാക്കിയവർ ലക്ഷ്യമിട്ടത് ആ നാടിന്റെ ഉന്നമനമായിരുന്നില്ല. വറച്ചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് വീണ അവസ്ഥയിലാണിപ്പോൾ സാധാരണ ബംഗ്ലാദേശികൾ. ന്യൂനപക്ഷ ഹിന്ദുവിന്റെ ദുരവസ്ഥ വാക്കുകൾക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ഹിന്ദു സ്ത്രീകൾ കൂട്ടബലാത്സംഗങ്ങൾക്ക് ഇരയാവുകയാണ്, തുടർന്ന് കൊല്ലപ്പെടുകയാണ്. മൈമൻ സിംഗ് പട്ടണത്തിൽ ഒരു ഹിന്ദു യുവാവിനെ ആക്രമികൾ അടിച്ചുകൊന്ന് മൃതദേഹം മരത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തിയ സംഭവം BBC ബംഗ്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാചകനെ
അപമാനിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ദീപു ചന്ദ്രദാസ് എന്ന യുവാവ് അരുംകൊലക്കിരയായത്. ഇക്കാര്യങ്ങൾ വാർത്തയാകുന്നതോടെ കലാപകാരികൾ മാധ്യമങ്ങളെയും ലക്ഷ്യമിടുകയാണ്. കലാപം ഇന്ത്യ വിരുദ്ധമാകുന്നത് നിയന്ത്രിക്കണമെന്ന് ഇന്ത്യ ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഹാദിയുടെ കൊലയാളികളെ ഇന്ത്യ തിരികെ കൊണ്ടുവരിക, മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലാപകാരികൾ ഇന്ത്യ വിരുദ്ധത മുഴക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ബോട്ട് ബംഗ്ലാദേശി നാവികസേനയുടെ കപ്പൽ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ഇത് കാര്യങ്ങൾ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളം പടവെട്ടിയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം യാഥാർത്ഥ്യമാക്കിയത്. ആ ഇന്ത്യയോട് തന്നെ പ്രകോപനപരമായി ഏറ്റുമുട്ടൽ പാത സ്വീകരിക്കുന്നത് ബംഗ്ലാദേശിന് ആശാസ്യകരമാണോ എന്ന് പരിശോധിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇന്ത്യയുമായി ഒരു സംഘർഷം ഉണ്ടാക്കാൻ ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പരിണിത ഫലം നിലവിലെ ബംഗ്ലാദേശിന് ശോഭനമാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ഈ ആശയങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ് ഉചിതം. ഇന്ത്യയുടെ ഭാഗം കൂടി ചേർത്ത് ഗ്രേറ്റ് ബംഗ്ലാദേശ് നിർമ്മിക്കാൻ പോയ ഷെരീഫ് ഉസ്മാൻ ഹാദി ആരുടെയോ വെടിയേറ്റു മരിച്ചു. ഒളിയുദ്ധം നടത്തുന്നവർക്ക് ഒളിവിൽ നിന്നു തന്നെയാണ് മറുപടി. സകല ഇന്ത്യ വിരുദ്ധതയ്ക്കുമുള്ള മറുപടി ഇവന്മാർ നേരിട്ട് യുദ്ധത്തിന് വന്നാൽ കൊടുത്തുവിടുമെന്ന് ഉറപ്പ്. ഇന്ത്യയിൽ ഒരു മുഹമ്മദ് യൂനസിനും ജൻസി കലാപത്തിനും സാധ്യതയുണ്ടോ എന്ന് തേടുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.